നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ 50 വർഷത്തെ സാമ്പത്തിക നിലവാരം പരിശോധിച്ചാൽ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു 500 വർഷത്തെ സാമ്പത്തിക നേട്ടത്തിനേക്കാൾ വലിയ നേട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ സർക്കാരുകളോ നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ദീർഘവീക്ഷണമോ കഴിവോ പ്രാപ്തിയോ കൊണ്ടുണ്ടായതല്ല. അതിന് പ്രധാന കാരണം കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് പണമുണ്ടാക്കി നാട്ടിൽ അയച്ചതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഈ സാമ്പത്തിക നേട്ടവും അതിൽ തുടർന്നുണ്ടായ സാമൂഹ്യ മാറ്റങ്ങളും ഉണ്ടായതിന് കാരണം ഈ പാവപ്പെട്ട ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി വളരെയധികം കഷ്ടപ്പെട്ട് നേടിയ ഈ പണമാണ്. ഇക്കാര്യം ഞാൻ എൻ്റെ നേരത്തെയുള്ള ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അഭിമാനിക്കുന്നത് അവരുടെ കഴിവ് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ലോകത്തെമ്പാട് നിന്നും കേരളത്തിലേക്ക് ധാരാളം വിദേശ നാണ്യങ്ങൾ ഈ പ്രവാസികൾ അയച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിലെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ സാമ്പത്തികമാണ് നമ്മുടെ നാട്ടിന് ഇന്ന് ഈ കാണുന്ന അഭിവൃദ്ധിക്ക് കാരണം എന്നാണ്. വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്നിപ്പോൾ ഒരു കണക്ക് ഞാൻ കണ്ട അമേരിക്കയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്നത് എന്നൊരു കണക്ക് ഞാൻ കണ്ടു. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് അതായിരിക്കാം. പക്ഷേ 50 വർഷങ്ങൾക്ക് മുമ്പ് 1970 കാലത്ത് നമ്മുടെ നാട്ടിൽ ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ സാഹസികമായിട്ട്, അതായത് വളരെ ചെറിയ ഒരു ജലവാഹനത്തിൽ തിങ്ങി ഞെരുങ്ങി ഒരു മഹാസമുദ്രം കടന്ന് അക്കരെ പോയി ജീവനെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. അവരിൽ നിന്നാണ് ഈ പ്രവാസികളുടെ ഈ ഗൾഫ് പ്രവാസികളുടെ പ്രയാണം ആരംഭിക്കുന്നത്. അന്ന് നമ്മുടെ സർക്കാരുകളൊന്നും യാതൊരു പ്രോത്സാഹനവും ഇങ്ങനെ പോണവർ കൊടുത്തിരുന്നില്ല. അവരെ വിമർശിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. എനിക്കറിയാം. കാരണം 1975 ഒരു ഗൾഫ് രാജ്യത്ത് തൊഴിൽ തേടിപ്പോയ ഒരാളാണ് ഞാൻ. അന്ന് എന്നോടൊപ്പം ആ നാട്ടിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളും പരിചയക്കാരും എനിക്കുണ്ട്. അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളും അവരൊക്കെ അനുഭവപ്പെട്ട അവരുടെ പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ, സ്വയം അനുഭവിച്ചത് കൂടാതെ. അതുകൊണ്ട് അന്ന് നമ്മുടെ സർക്കാരുകൾ ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന ഇടതും വലതുമായിട്ടുള്ള സർക്കാരുകളാണ് 1970 ഇങ്ങോട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാരും ഒരു സഹായം ചെയ്തിട്ടില്ല. ഇന്ന് പല സംഘടനകളും ഉണ്ടാക്കി ഗൾഫുകാരെ കുറിച്ചിട്ട് അഭിമാനപ്പെടുന്നു. ഗൾഫ് പണക്കാരെ ഇവിടെ വലിയ രീതിയിൽ ആദരിക്കുന്നു, സൽക്കരിക്കുന്നു, പലതും നടത്തുന്നു, പല കോൺക്ലേവുകൾ നടത്തുന്നു, പല പരിപാടികളും ഇവിടെ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടി അന്ന് ഒന്നും ചെയ്തില്ല. ഒരു പാസ്പോർട്ട് എടുക്കാൻ പോലും അന്ന് വർഷങ്ങൾ നാം കാത്തിരിക്കണമായിരുന്നു. അപ്പോൾ ആ കാലത്തു നിന്നാണ് സാധാരണക്കാരായ ആളുകൾ ഈ ഗൾഫ് രാജ്യത്ത് പോയി ഇത്രയും കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നാട്ടിലയച്ച് നാട്ടിനും വീട്ടിനും രക്ഷകരായത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും ദീർഘവീക്ഷണം ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ എന്ന് പറയാൻ ഒരു കാരണം 1970 കാലത്ത് ഇന്ന് ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായ ചൈന, അവിടെയും ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയെക്കാളും നന്നായി അവർക്കായിരുന്നു ജനസംഖ്യയിൽ മുൻതൂക്കം. അവിടെ നിന്നുള്ള ഒരു സാധാരണക്കാരനും ഈ ഗൾഫ് രാജ്യങ്ങളിൽ
1975 കാലത്ത് ഞാൻ പോയ കാലത്ത് അവിടെയൊന്നും ഒരു ചൈനക്കാരനെയും കൂലിപ്പണിക്ക് കണ്ടിട്ടില്ല. അവരുടെ കമ്പനികൾ വല്ലതും അവിടെ പണിയെടുക്കാൻ കോൺട്രാക്ട് എടുത്ത് പണിയെടുക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആൾക്കാരായിട്ട് കൂലിപ്പണിക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾ വന്നിട്ടില്ല. ആ രാജ്യത്തിന് ചില ദീർഘവീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ മാനുഷിക ശക്തി പ്രയോഗിച്ച് അവർ വളരെ വേഗം അവർ പുരോഗമിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യമായിട്ട് ചൈന മാറി. ആ തരത്തിലൊരു ദീർഘവീക്ഷണം ഒരുപക്ഷെ ഏകാധിപത്യ ഭരണമായിരുന്നത് കൊണ്ടാകാൻ അവിടെ ഉണ്ടായി. അവർ ഇന്ന് ലോകത്ത് സമ്പന്നരും മുൻപന്തിയിലുള്ള സമ്പന്നരായി മാറി. അങ്ങനെയുള്ളൊരു ദീർഘവീക്ഷണമൊന്നും നമ്മുടെ ഭരണകർത്താക്കൾ കാണിച്ചില്ല. ഞാൻ ഈ ഭരണകർത്താക്കളെ കുറ്റം പറയാനല്ല ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സർക്കാരുകൾ, നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഗൾഫ് രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ജീവിതം തന്നെ ഹോമിച്ച് പണമുണ്ടാക്കി നാട്ടിലെത്തിച്ച് കുടുംബത്തെയും അതുവഴി നാട്ടിനെയും സമ്പന്നതയിലെത്തിച്ച ഈ ഗൾഫുകാർ, അതിലൊരുപാട് പേരെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അവരൊക്കെ നല്ലൊരു പങ്ക് ഇന്ന് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. എങ്കിലും ബാക്കിയുള്ള പലരും വാർദ്ധക്യത്തിലും രോഗത്തിൻ്റെ പിടിയിലുമായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ ഈ കഷ്ടപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിനെ നല്ല നിലയിലെത്തിച്ചു. മക്കളിന്ന് വിദ്യാഭ്യാസം നേടി നല്ല നിലയിലെത്തി. പെൺമക്കളെ വലിയ രീതിയിൽ കല്യാണം കഴിച്ചയച്ചു. അവരുടെ നല്ല വീടുകളുണ്ടാക്കി, വാഹനങ്ങൾ വാങ്ങിച്ചു, പലതും അവർ നേടി. പക്ഷേ അവർക്ക് ഈ പ്രായമായ അവസ്ഥയിൽ മനസ്വസ്ഥതയോടുകൂടി മരിക്കാനുള്ള ഭാഗ്യമില്ല. അതിന് കാരണം നമ്മുടെ സർക്കാരുകൾ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക രീതികൾ കൊണ്ടാണ്. പലരും ഗൾഫിൽ പോയത് അന്ന് അതിനുള്ള ചെലവ് വഹിക്കാനുള്ള നിവൃത്തി പോലും ഇല്ല. പലരും 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ ഉള്ളത് എഴുതി വിറ്റും ഭാര്യയുടെ കെട്ടുതാലി വിറ്റും ഒക്കെയാണ് പോയത്. അവരവിടെ ചെന്നിട്ട് കിട്ടിയ പണം അതിൻ്റെ പേരിൽ തന്നെ ഈ ഭാര്യമാരുടെ പേരിലാണ് അയച്ചത്. ഈ ഭാര്യമാരെന്ന് പറയുന്നത് പ്രാപ്തിയും പ്രായവും ഉള്ളവരൊന്നും ആയിരുന്നില്ല. അവർ 100 രൂപ നോട്ട് പോലും നേരെ കണ്ടിട്ടില്ലാത്തവരായിരുന്നു. അവരുടെ കയ്യിൽ ആയിരങ്ങളല്ല 10,000 മാസം തോറും ചെന്നപ്പോൾ, ആദ്യമൊന്നും 10,000 ചെന്നിട്ടില്ല. അന്ന് 1000 രൂപ എന്നാൽ തന്നെയും വലിയ ഒരു തുകയായിരുന്നു. കാരണം 300 രൂപയ്ക്ക് ഒരു പവൻ സ്വർണവും 1 സെന്റ് ഭൂമിയും ഒക്കെ അന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുമായിരുന്നു. ആ കാലത്താണ്. അന്ന് ഈ പക്വതയില്ലാത്ത സ്ത്രീകളുടെ കയ്യിലാണ് ഈ പണം എത്തിയത്. പണം കയ്യിലെത്തി. മാസം തോറും ഡ്രാഫ്റ്റുകൾ വരാൻ തുടങ്ങി. തുകകൾ മനസ്സിലാക്കി 2,000, 3,000, 5,000 ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർ അന്താളിച്ചു. പലതരത്തിൽ അവരെ, ഈ പെണ്ണുങ്ങളെ, പക്വതയില്ലാത്ത ഈ സ്ത്രീകളെ ആളുകൾ ചൂഷണം ചെയ്തു. സ്വന്തക്കാരും ബന്ധക്കാരും കടം മേടിപ്പ്, പണയത്തിന് പണം മേടിപ്പ്, പിന്നെ ചുറ്റിക്കെട്ടൊക്കെ മറ്റു പലതും ചെയ്തു. പിന്നെ വസ്തു വാങ്ങിപ്പുകൾ, ഇതിൽ എല്ലാത്തിലും ശരിക്കും സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും ഈ വ്യക്തികളെ ചൂഷണം ചെയ്യുകയായിരുന്നു. ഈ ചൂഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ ഈ പാവപ്പെട്ട ആളുകളെയായിരുന്നു. അല്ലാതെ ഇവിടെ നാട്ടിൽ ജീവിച്ച അവരുടെ ഭാര്യമാരെയോ മക്കളെയോ ഒന്നും ആയിരുന്നില്ല. അന്നത്തെ ഗൾഫിലെ ജീവിതം വളരെ കഷ്ടമായിരുന്നു. മണൽ അരണ്യങ്ങളിലോ മല ഇടുക്കുകളിലോ കടപ്പുറത്തൊക്കെ ചെന്ന് ടെൻ്റടിച്ച് കിടന്ന് കാലത്ത് എണീച്ച കാപ്പി പോലും കുടിക്കാൻ ഒന്നുമില്ല. ഗോതമ്പ് മാവൊക്കെ കുഴച്ച് ഉണ്ടകളാക്കി വേവിച്ച് തിന്നുകൊണ്ടാണ് അന്ന് കാലത്തെ പണിക്ക് പോകണം ഇറങ്ങണത്. ടെൻറ്റുകളിലാണ് കിടക്കുന്നത്. ഭയങ്കരമായ ചൂടും അതുപോലെ തണുപ്പ് വരുമ്പോൾ ഭയങ്കരമായ തണുപ്പാണ്. ഈ തരത്തിൽ കഷ്ടപ്പെട്ടാണ് അന്ന് ഈ പണം അയച്ചത്. ക്രമേണ ഗൾഫുകാരെന്നുള്ള ഒരു അഡ്രസ്സ് ഉണ്ടായി. ഇവിടെ
പല തരത്തിൽ അവർ ഈ അയച്ച പണങ്ങൾ വസ്തുപാടിപ്പായി, കെട്ടിടം വയ്പായി, പലതരത്തിലായി. കുറേ കഴിയുമ്പോഴത്തേക്ക് മക്കളെല്ലാം കുറേയൊക്കെ വലുതായി, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം, വലിയ വിവാഹം, ഇതിനെല്ലാം ഈ ഗൾഫുകാരൻ അധ്വാനം ചെലവഴിച്ചു. ഇതിൻ്റെ ഇടയിൽ അയാൾ നാട്ടിൽ വന്നിട്ടും ഒക്കെ പോവും, ഇടയ്ക്കിടയ്ക്ക് 2-3 കൊല്ലം കൂടുമ്പോഴത്തേക്ക് വന്നിട്ടൊക്കെ പോവും. പക്ഷേ അയാളുടെ നിയന്ത്രണം ക്രമേണ വിട്ടു. ഈ പണത്തിൻ്റെ കൈകാര്യം ചെയ്യൽ, നാട്ടിലെ സ്വത്ത് സമ്പാദിപ്പ്, അതിൻ്റെ പിന്നിലെല്ലാം ഈ ഭാര്യമാരും ഭാര്യമാരുടെ ബന്ധുക്കളും മറ്റുള്ളവരുമായിട്ട് മാറി. ക്രമേണ ഈ സ്ത്രീകൾ, പക്വതയില്ലാത്ത സ്ത്രീകൾ പല തെറ്റായ വഴികളിലേക്കും സഞ്ചരിക്കാൻ തുടങ്ങി, സാമ്പത്തികമായും ലൈംഗികമായും. ഇത് പല ആവർത്തി പലരും എഴുതി ഈ ഗൾഫുകാരനെ അറിയിക്കുകയും ഈ ഗൾഫുകാർ ഇതിൻ്റെ പേരിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ഈ ചെയ്തതിന് എല്ലാം ഉത്തരവാദി വേറെ ആരുമല്ല, അയാൾ തന്നെയാണ്, ഈ ഗൾഫുകാരൻ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ജീവിതത്തിന് പോകില്ല. ഈ നാട്ടിൽ സമ്പാദ്യം അയച്ചു കൊടുത്താൽ ഇവർ എന്ത് തരത്തിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. അതുവരെ സംഭവിച്ചിട്ടില്ല, അതിന് ശേഷമാണ് സംഭവിച്ചത്. നാട്ടിൽ വസ്തുക്കൾ വാങ്ങിച്ചപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് വസ്തു വാങ്ങിയപ്പോൾ പിന്നെ ഒരു വീട് വെപ്പ്, പിന്നെ അതിനനുസരിച്ചാണ് പിന്നീട് കാര്യങ്ങൾ വന്നത്. ആദ്യം ഈ വസ്തുവും വെടിപ്പും വീട് വെപ്പും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഈ വസ്തുവൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കും, നിൻ്റെയും കൂടെ പേര് വെച്ച് വാങ്ങി. അങ്ങനെ പലരും, പല സ്ത്രീകളും അവരുടെയും കൂടെ പേര് ഈ വസ്തുവിൽ അവകാശമായിട്ട് വച്ച് ഒക്കെയാണ് ഈ പ്രമാണം ചെയ്തിട്ടുള്ളത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ ഗൾഫുകാരൻ അറിയുന്നില്ല. ഈ ഗൾഫുകാരൻ നല്ല ഭാര്യയെയും വീട്ടുകാരെയും ഒക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ അറിയുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. കാരണം ഈ ഗൾഫുകാരൻ ക്രമേണ വാർദ്ധക്യത്തിലേക്ക് കടന്നു രോഗിയായി, ഒടുവിൽ രോഗങ്ങളുമായിട്ട് നാട്ടിൽ വന്ന് ഇനി വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് കഴിയാം എന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഇവിടുത്തെ സ്ഥിതി അറിയുന്നത്. അപ്പോഴേക്കും ഭാര്യയും മക്കളും ഒക്കെ ഇയാളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരിക്കും. പലരും, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, നല്ലൊരു സംഖ്യ ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭാര്യമാരുടെയും മറ്റു പലരുടെയും നിയന്ത്രണത്തിലാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത്. ഇയാൾക്കൊന്നും ചെയ്യാൻ, ഏതെങ്കിലും ഒരു വസ്തു വിറ്റ് അയാളുടെ രോഗം ചികിത്സിക്കാം എന്ന് പറഞ്ഞ് ചെന്ന് പ്രമാണം കൊണ്ടുപോയി നോക്കുമ്പോഴാണ് അറിയുന്നത് അതിൽ ഭാര്യയുടെയും കൂടെ പേര് വെച്ചിട്ടുണ്ട്. അതുപോലുള്ള വൻ ചതികൾ. വീട് വെച്ചു, വീട് സ്ഥലവും ഭാര്യയ്ക്കും കൂടി അവകാശം വച്ചിട്ടുണ്ട്. ഇയാൾക്ക് എന്ത് ചെയ്യാനും. ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഭാര്യമാരുമായിട്ട് ഈ ഗൾഫുകാർ പലതരത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവും. കാരണം മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് ഒന്ന് ധനവും പിന്നെ ഒന്ന് പെണ്ണും എന്ന് പറയുന്നത്, മണ്ണും പെണ്ണും എന്ന പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും സംഭവിച്ചത് അതാണ്. ഈ സ്ത്രീകൾക്ക് ആവശ്യത്തിലേറെ പണവും ആർഭാടങ്ങളും ലഭിക്കുമ്പോൾ പിന്നെ അവരുടെ നോട്ടം അവർ ഈ ലൈംഗിക വഴിയാണ്. അതിനെ മുതലെടുക്കാനും ചൂഷണം ചെയ്യാനും പലരും അടുത്തുകൂടും. ഇതൊക്കെ പല സമയത്തും പല രീതിയിലും പലരും എഴുതി ഈ ഗൾഫുകാരനെ അറിയിച്ച് അയാൾ അന്ന് തൊട്ട് മാനസിക സംഘർഷത്തിലാണ്. പലരെയും കഥ എനിക്കറിയാം. എന്ത് ചെയ്യാനൊക്കെ അയാൾക്കൊന്നും ചെയ്യാനൊക്കില്ല. ചോദ്യങ്ങളാവും, ഉത്തരങ്ങളാവും, വാക്ക് തർക്കങ്ങളാവും, നാട്ടിൽ വരുമ്പോൾ ചില സംഘർഷങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടായി പോവും. അപ്പോൾ അവിടം തൊട്ട് ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങും. പിന്നെ കുടുംബമായി, കുട്ടികളായി, നാട്ടിലൊരു സ്ഥാനമുണ്ട്, അത് കളയണ്ട എന്നൊക്കെ വിചാരിച്ച് അയാൾ ഇതെല്ലാം കടിച്ചൊതുക്കി ജീവിക്കും. എന്നാൽ ഏറ്റവും അവസാനം വരുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് വളരെ കടുത്ത യാഥാർത്ഥ്യങ്ങളാണ്. അയാൾ വിചാരിക്കുമ്പോൾ ഒരു കാര്യങ്ങളും നടക്കില്ല. രോഗിയായി നാട്ടിൽ വരുമ്പോൾ അയാളെ ഈ ഭാര്യയോ മക്കളോ വേണ്ട രീതിയിൽ ഗവനിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പറ്റിയ ദുഃഖത്തിനെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച്, ദുഃഖകരമായ സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. പിന്നെ അയാൾ ഓർമ്മിച്ചിട്ട് കാര്യമില്ല. ചിലർ മദ്യപാനികളാവും ഈ സമയത്ത്,
ചിലർ ഭാര്യമാരുമായിട്ട് വേണ്ട ബഹളങ്ങളും അടി ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള പല ഭർത്താക്കന്മാരെയും ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്തെന്നും അവർക്ക് സ്ട്രോക്ക് വന്ന് മരിച്ചെന്നും അവർ സ്തംഭിച്ച് കിടക്കണമെന്നും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെയെല്ലാം നടക്കുന്നത് നമ്മൾ കേൾക്കുന്നതിന് അപ്പുറത്തുള്ള സംഭവങ്ങളാണ്. പലരെയും ഈ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഭാര്യമാരുമായി ഏറ്റുമുട്ടി പലരെയും കൊന്നിട്ടുണ്ട്. പലർക്കും സ്ലോ പോയിസൺ കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. പലരും ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് വേണം. ഒരു ചെറുപ്പക്കാരിയോ ഒരു ചെറുപ്പക്കാരനോ ലൈംഗികത ആഗ്രഹിക്കുന്നത് തെറ്റല്ല. വിവാഹം കഴിച്ച് പോകുന്ന ഒരു പുരുഷൻ അന്ന് ആദ്യകാലത്ത് ഇന്നത്തെ കാലം മാറി. ആദ്യകാലത്ത് 75 കാലത്തൊക്കെ ഈ ഗൾഫ് രാജ്യത്ത് ഇന്നത്തെ ദുബൈയിൽ പോലും പോയാൽ അവിടെ ഒരു സ്ത്രീയെ നേരെ കാണാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ആ കാലത്തൊക്കെ കുറേ പണം നാട്ടിലയക്കാൻ ആൾക്കാർക്ക് സാധിച്ചത്. അന്ന് കള്ളോ പെണ്ണോ ഒന്നും ആ രാജ്യങ്ങളിൽ വളരെ അപൂർവമായിരുന്നു. അതിലൊന്നും ആൾക്കാർക്ക് പണം ചിലവാക്കാൻ കഴിയില്ല. ഇന്ന് കാലം മാറിപ്പോയി. അപ്പോൾ ആ കാലത്ത് ഗൾഫിൽ പോയവന് ആ വഴിയിലൊന്നും പോയിട്ടില്ല. അവന് കിട്ടിയ പണങ്ങൾ പരമാവധി അവൻ അയച്ചു. പക്ഷേ നാട്ടിലുള്ളവരുടെ സ്ഥിതി അതായിരുന്നില്ല. പണം ഉണ്ടായപ്പോൾ, പ്രതാപങ്ങൾ ഉണ്ടായപ്പോൾ, ജീവിത സൗഖ്യങ്ങൾ ഉണ്ടായപ്പോൾ പലരും പിന്നെ അടുത്ത സൗഖ്യങ്ങളിലേക്ക് കടന്നുപോയി. അങ്ങനെ നല്ലൊരു ശതമാനം ഗൾഫുകാര ഭാര്യമാരും അബദ്ധസഞ്ചാരിണികളായി. ഇത് സത്യമായ കാര്യമാണ്. എന്ന് ഒരു സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ച് അബദ്ധസഞ്ചാരം നടത്തിയോ അന്ന് തൊട്ട് ഈ ഭർത്താവുമായിട്ടുള്ള മാനസിക ഐക്യം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മൊത്തം അഭിനയമാണ്. കാലങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു. അവസാന നിമിഷത്തിൽ ഇയാൾ അവശനായി തിരിച്ചെത്തുമ്പോൾ ഈ അഭിനയം അയാൾക്ക് ബോധ്യപ്പെടുന്നു. അന്ന് അയാൾ ദുഃഖിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗൾഫ് റിട്ടേണീസ് ഇന്നിവിടെ പലരും ജീവിച്ചിരിക്കുന്നു. അവർ മാന്യമായിട്ടൊക്കെ നടക്കുന്നു പലരും. പക്ഷേ അവരുടെ എല്ലാം മനസ്സിൽ ഒരു വലിയ കടൽ ഇരമ്പുന്നുണ്ട്. കാരണം അവർ വിശ്വസിച്ച ഭാര്യയും മക്കളുമൊക്കെ അവരെ ചതിച്ചു. ഇതാണ് സത്യം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ജീവശവമായിട്ട് പ്രതിമ പോലെയൊക്കെ പലരും രോഗികളായി. മറ്റേ പലരെയും ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബത്തെയും ഭാര്യയും മക്കളെയൊക്കെ അവരെ ആശ്രയിച്ചു ആളുകൾ കാണുമ്പോൾ ഭാര്യ ഭർത്താവ് കുടുംബം ഇങ്ങനെയൊക്കെ പോണെങ്കിലും അവർ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ഞാനിത് പറയാൻ ഇതിനകത്തൊരു പ്രത്യേക കാര്യം കൂടെ പറയാനാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് വയോജന കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയും പോലെ വയോജന കമ്മീഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കേരള സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. ഇത് ഒരു വെറും ചടങ്ങിനുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഇത്തരം ഗൾഫുകാരെയാണ് ഈ തരത്തിൽ നാട്ടിൽ വന്ന് ഇന്ന് ദുഃഖിച്ച് കഴിയുന്ന ഈ പ്രായമായ ആളുകളെയാണ് ഈ വയോജന കമ്മീഷൻ പരിഗണിക്കേണ്ടത്. ആദ്യമായി അവർക്ക് ഒന്നുമില്ലെങ്കിൽ മനസമാധാനത്തോടു കൂടി മരിക്കാനെങ്കിലും ഉള്ള ഒരവസരം ഈ നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു കടമയാണ്. കാരണം ഒരു ഭാര്യ, ഒരു ഭർത്താവ്, കൂലിപ്പണിക്കാർ, വെറും ചെറ്റമാടം, 2-3 കുട്ടികൾ, കാലത്തെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും. അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോയി കൊണ്ടുവരും. അത് കാച്ചി കുടിച്ച് ഒരു പായിൽ കിടന്ന് ഉറങ്ങും. കാലത്തെ എണീച്ച് വീണ്ടും പോകും. അന്ന് ഈ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിച്ചിരുന്നു. ഈ അച്ഛനമ്മമാരെ മക്കൾ അനുസരിച്ചിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാർ വളരെ കുറവാണ്. ഇന്ന് തുല്യത, ഭാര്യയും ഭർത്താവും ഒരേ നിലവാരത്തിലാണ് എന്നൊക്കെ പറയുമെങ്കിലും ആ തരത്തിലുള്ള സ്ത്രീ സമത്വവാദങ്ങളും മറ്റു പലതും ഉണ്ടായിട്ട് നമ്മുടെ സാമൂഹ്യ നില താളം തെറ്റിയിരിക്കുകയാണ്. മക്കളെല്ലാം വളർന്നു. അവർ വിദേശത്ത് അയച്ച് പഠിപ്പിച്ചു. പലതരത്തിൽ അവർ പെണ്ണും ആണും വഴിവിട്ട് സഞ്ചാരമായി, സ്വതന്ത്ര ചിന്താഗതിയായി. അങ്ങനെയൊക്കെ ഇന്ന് കാലം മാറി. സാമൂഹ്യ വ്യവസ്ഥിതി കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്.
അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഇത് കേൾക്കുന്ന നാട്ടുകാരോടും പറയാനുള്ളത്, ഈ പാവപ്പെട്ട ഈ ഗൾഫുകാർക്ക് ഇന്ന് വാർദ്ധക്യം ബാധിച്ച് മരണ തുല്യരായി കഴിയുന്ന ഇവർക്ക് എന്തെങ്കിലും സഹായം സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇക്കാര്യം നമ്മുടെ സമൂഹം പരിഗണിക്കണം. അവർക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.